ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നും പറയുന്ന പോലെ തന്നെയാണ്, സ്കൂളിൽ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കുള്ള മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനും ചിക്കനിൽ മസാല പിടിപ്പിക്കാറ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് സ്കൂളിൽ പോകണ വരെ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ മറന്നിട്ടുണ്ടാവും, അപ്പോഴായിരിക്കും ഓർമ്മ. നമുക്ക് ഡെയിലി ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ മക്കൾക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഡെയിലി വേണമല്ലോ. അപ്പോൾ ചിലപ്പോൾ അത് അലക്കാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യും കേട്ടോ. അങ്ങനെ ചിക്കൻ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം നമ്മളുടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ലീനുമോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്കിന്ന് മദ്രസ ഇല്ല, ലീവാണ്. അപ്പോഴേക്കും അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവൾ കൗണ്ടർ ടോപ്പിൽ ഇരുത്തി കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിയുന്നവരെ അവിടെ ഇരിക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് അവൾ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇഡ്ഡലി നമുക്ക് നമ്മളുടെ പാത്രത്തിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തട്ടിലും ഇഡ്ഡലികൾ ചുട്ടെടുക്കാം. ഞാൻ ഒരു ട്രിപ്പ് മാത്രമേ ചൂടാറുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് തന്നെ അധികമാണ്. മോളങ്ങനെ ഇഡ്ഡലി കഴിക്കൂല, അപ്പോൾ ഞാൻ അവൾക്ക് ദോശ ചുട്ട് കൊടുക്കും കേട്ടോ, ഇഡ്ഡലി മാവും കൊണ്ട്. അങ്ങനെ ഇഡ്ഡലി ഒരടുപ്പിലിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ മസാല പിടിപ്പിച്ചിട്ട് കുറേ ടൈമായി. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലിനിമോൾക്ക് സ്കൂൾക്ക് ചിക്കൻ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വേറെ എന്തെങ്കിലും കൂട്ടാൻ കൊടുത്ത് വിട്ട് അപ്പോഴെൻ്റെ ക്ലാസ്സിൽ വരും, എനിക്കിതൊന്നും വേണ്ട മെച്ചി പറഞ്ഞ് കരഞ്ഞു. എന്നാൽ ചിക്കന് ബീഫ് അങ്ങനെ ഈ എഗ്ഗൊക്കെ ആകുമ്പോൾ അവൾക്ക് ആ പ്രശ്നമില്ല, അങ്ങനെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ നമ്മളുടെ പയർ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ അവൾ കഴിക്കും. സ്കൂൾക്ക് അവൾക്കിത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാല തിരുമ്പി ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കന് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ കുക്കർ വിസിൽ അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് സൈഡായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ. പോകുന്ന തിരക്കിൽ ആ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ നമ്മളുടെ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഞാൻ അങ്ങനെ പാത്രം സിങ്കിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ടൈം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗ്യാസിൽ വേണ്ട ചായക്ക് വേണ്ട വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇതും നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെയാണ്. കടുക് പൊട്ടിക്കും, പിന്നെ ചെറിയൊരു വെളുത്തുള്ളി, പിന്നെ വലിയ ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില എന്നിവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. നല്ലതുപോലെ വഴണ്ടി വന്നാൽ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, എന്താ അതിന് പറയുക, നമുക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം മുളക് പൊടിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാസിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ നമ്മളുടെ അടിക്കലും തുടക്കലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. കണ്ട, ഇതാവുമ്പോൾ പിന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൂല. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലീന് പിന്നെ
എൻ്റെ ഫോൺ എടുത്തതിൽ യൂട്യൂബിൽ എന്തൊക്കെ കാർട്ടൂൺസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവളെ ബ്രഷ് ചെയ്യും, പിന്നെ കുളിപ്പിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്യാറുള്ളൂ. ഇനി നമ്മളുടെ ചമ്മന്തിക്കുള്ളത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ലീന ഓരോന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പണിയെടുക്കുന്ന ടൈമിൽ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ വാശി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്ന് പറഞ്ഞ് അവിടെ സോപ്പിട്ട് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു ഹഗ്ഗൊക്കെ തരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മിക്സിയിൽ ഉള്ള ചമ്മന്തി അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടിഫിൻ ബോക്സൊക്കെ ചെയ്യുന്നത്